ജോസുരിൻ സാർ, ശബരിമല സ്വർണ്ണപ്പാളി വിവാദ വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ശബരിമല ദേവസ്വം ബോർഡ് കാട്ടിലെ തടി തേവരുടെ ആന എന്ന നിലപാട് അത്തരം രീതികൾ മാറ്റണം. മാത്രമല്ല ദേവസ്വം ബോർഡിനകത്ത് ഗൂഢനീക്കങ്ങളാണ് നടക്കുന്നത് എന്നൊക്കെ. വെള്ളാപ്പള്ളി നടേശൻ ദേവസ്വം ബോർഡിനെതിരായി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ എത്രത്തോളം ശരിയാണ്? ഒപ്പം ശബരിമല സ്വർണ്ണപ്പാളി വിവാദ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ദേവസ്വം ബോർഡിനുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്ന് ജയസൂര്യൻ സാർ വിലയിരുത്തുന്നുണ്ട്. ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ദേവസ്വം ബോർഡും ഗവൺമെന്റും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് അടിസ്ഥാനപരമായി അറിയേണ്ടതുണ്ട്. ഒരു ജനാധിപത്യ സർക്കാരിന് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സർക്കാരിനാണെങ്കിലും, അത് രാജാവ് ഭരിച്ച കാലത്താണെങ്കിലും ജനാധിപത്യമാണെങ്കിലും ഇനി പട്ടാള ഭരണമാണെങ്കിലും ഏത് ഭരണമാണെങ്കിലും ദേവസ്വം ബോർഡ് എന്നുള്ളത് സർക്കാരിന്റെ ഭാഗമല്ല എന്ന് ആദ്യം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. സർക്കാരിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന നിലയിൽ ദേവസ്വം ബോർഡിനെ കൈകാര്യം ചെയ്യുകയും ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളും അതിന്റെ സ്വത്തുക്കളും എല്ലാം സർക്കാരിന്റെ സ്വത്താണ് എന്ന നിലയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ തന്നെ അത് ക്ഷേത്രവിരുദ്ധമാണ്, ദേവസ്വം ബോർഡിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കും വിരുദ്ധമാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഹിന്ദു ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ, അതിന്റെ ഭരണകാര്യങ്ങൾ നടത്താൻ വേണ്ടി പ്രത്യേകമായ ഒരു കവനന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നിയമസഭ രൂപം കൊടുക്കുന്ന ബോർഡ്, ദേവസ്വം ബോർഡ് ദേവസ്വത്തിന് വേണ്ടി ഭരണം നടത്തുകയാണ്, അല്ലാതെ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല അത്. ഇതുപോലെ ഒരു സംവിധാനം ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ ഇല്ലാത്തത് കൊണ്ട് നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ല, താരതമ്യം ചെയ്ത് കണ്ടുപിടിക്കാനും പറ്റില്ല. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് സർക്കാരിന്റെ സ്വത്തല്ല, സർക്കാരിന് ഈ സ്വത്തിലൊന്നും തൊടാനുള്ള അവകാശവും അധികാരവും ഇല്ല. പക്ഷെ ഇതൊക്കെ പാടെ മറന്നുകൊണ്ട് സർക്കാരിന്റെ ഒരു അധികാര പരിധിക്കുള്ളിൽ വരുന്നതാണ് ക്ഷേത്രങ്ങൾ എന്ന നിലയിലും, അത് സർക്കാർ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയാണ് എന്ന നിലയിലും ആണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്നും ക്ഷേത്രങ്ങളുടെ സ്ഥലം കൊത്തിക്കിളച്ച് കപ്പയിടണം എന്നും ഒക്കെ പ്രചരിപ്പിച്ച ആൾക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്ന മുന്നണി, അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രങ്ങൾ നല്ല നിലയിൽ പോകണമെന്നുള്ള ആഗ്രഹമേ ഇല്ല. ക്ഷേത്രത്തിന്റെ ഉള്ളിലുള്ള സ്വത്തുക്കൾ, അതായത് ഭക്തജനങ്ങൾ കാണിക്കയായിട്ട് അർപ്പിച്ചിരിക്കുന്ന സ്വർണം, രത്നം, വെള്ളി, അങ്ങനെ അമൂല്യമായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ക്ഷേത്രങ്ങളിലെ സ്വത്തുക്കൾ, അതായത് സ്വർണം, വെള്ളി, അമൂല്യമായ രത്നങ്ങൾ, മറ്റ് കാഴ്ച വസ്തുക്കൾ, ഇതെല്ലാം തന്നെ ഇത് ക്ഷേത്രങ്ങളുടെയും ഹിന്ദുക്കളുടെയും സ്വത്താണ്, അല്ലാതെ ഒരിക്കലും ഗവൺമെന്റിന്റെ സ്വത്തല്ല. അതുകൊണ്ട് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ നിയോഗിക്കുന്ന ഭരണസമിതിക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നിഷ്ടം പോലെ ചെയ്യാൻ അധികാരമില്ല. അപ്പോൾ അവിടെ സുതാര്യതയോടുകൂടി ഹിന്ദുവിന്റെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട്, ക്ഷേത്രങ്ങളുടെ നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട്, ക്ഷേത്രങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളുടെയും ക്ഷേത്രത്തിന്റെ ന്യായവിധികളെയും, അതായത് സ്വർണ്ണ പ്രശ്നം, താമ്പൂല പ്രശ്നം, ദേവപ്രശ്നം പോലെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അതുകൂടാതെ തന്ത്രിയുടെ അനുവാദം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലല്ലാതെ ക്ഷേത്രത്തിൽ കയറി തോന്നുന്നത് പോലെ ഭരണം നടത്താനും ക്ഷേത്രത്തിന്റെ സ്വത്ത് കൈകാര്യം ചെയ്യാനുമുള്ള അധികാരം സർക്കാരിന് ആരും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ സർക്കാരും ദേവസ്വം ബോർഡും എന്ന് പറയുന്നത് രണ്ടാണ് എന്ന ബോധം ഇന്ന് കേരളത്തിലെ ഹിന്ദുക്കൾക്ക് പോലുമില്ല. ഹിന്ദുക്കൾ ധരിച്ചിരിക്കുന്നത് ഈ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ സർക്കാരാണ്, സർക്കാർ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ്. അതുകൊണ്ട് സർക്കാരിന്റെ ദേവസ്വം ബോർഡിൽ എന്തുമാകാം, ഒരിക്കലുമല്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയില്ല. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് പ്രത്യേകമായി ഹിന്ദു ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാനും ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കാനും അവിടുത്തെ ദൈനംദിന ഭരണം നടത്താനും വേണ്ടി നിയമപ്രകാരം രൂപീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന് അതിൻ്റെതായ ചരിത്രമുണ്ട്. അതൊരു കവനന്റിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കൈവശമുണ്ടായിരുന്ന ക്ഷേത്രങ്ങളും ക്ഷേത്ര സ്വത്തുക്കളും ജനാധിപത്യപരമായൊരു ഭരണക്രമം ഉണ്ടായ കാലത്ത് സർക്കാരിന്റെ കൈവശത്തിലേക്ക് വരുമ്പോൾ അത് കൈകാര്യം ചെയ്യാനുള്ള അധികാരം സർക്കാരിനില്ല. നേരെ മറിച്ച് അത് നോക്കി നടത്താനുള്ള അവകാശം, അത് ചുമതല മാത്രമേ ഉള്ളൂ. അത് അവകാശവും അധികാരവുമല്ല, അത് ചുമതലയാണ്, അത് ദൗത്യമാണ്. ഇത് മനസ്സിലാക്കാതെ തന്നിഷ്ടപ്രകാരം ഗവൺമെന്റ് നിയോഗിച്ച, അതായത് രാഷ്ട്രീയ പാർട്ടികൾ നിയോഗിക്കുന്ന പ്രതിനിധികൾ ഇരുന്നു കൊണ്ട് ഭരണം നടത്തുന്നത് തികച്ചും ക്ഷേത്രവിരുദ്ധമായ, ഹിന്ദു വിരുദ്ധമായ, ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായ ഒരു നടപടിയാണ്.
അതിനെ ആ രീതിയിലാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനും അടക്കമുള്ള ഹിന്ദു സംഘടനകൾ, വിശ്വ ഹിന്ദു പരിഷത്ത്, ക്ഷേത്ര സംരക്ഷണ സമിതി, ഹിന്ദു ഐക്യവേദി അടക്കം, RSS, BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ഇവരെല്ലാം തന്നെ ഇതിനെതിരെ ശബ്ദമുയർത്തുന്നത് ഞാൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച അടിസ്ഥാന തത്വങ്ങളുടെ പേരിലാണ്. എന്നാൽ സർക്കാർ ഇതിനെ കാണുന്നത് സർക്കാരിന്റെ അധികാരത്തിന് കീഴിലുള്ള ഒരു സ്വത്ത് എന്ന നിലയിലാണ്. ക്ഷേത്രങ്ങളിലെ സ്വർണവും വെള്ളിയും രത്നവും മറ്റ് വിലപിടിപ്പുള്ള എല്ലാ കാണിക്ക വസ്തുക്കളും സർക്കാരിന്റെ അധീനതയിലുള്ളതാണെന്നുള്ള അധികാരഭാവം അടിസ്ഥാനപരമായി തെറ്റാണ്. ഇനി കോടതികളെ കൊണ്ട് ഇത് വീണ്ടും വീണ്ടും പറയിപ്പിക്കണമോ എന്നുള്ള നിർബന്ധം, വാശി ഇടതുപക്ഷ സർക്കാരിനുണ്ടോ എന്നറിയില്ല. എന്തു തന്നെയാണെങ്കിലും അതിനെതിരെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയ ആശങ്കകളും ഉയർത്തിയ പ്രതിരോധങ്ങളും കേരളത്തിന്റെ പൊതു ഹിന്ദു സമൂഹത്തിന്റെ വികാരത്തെ പ്രതിഫലിപ്പിക്കുന്നത് തന്നെയാണ്. ആ വാക്കുകൾ തന്നെ അദ്ദേഹം അതിശക്തമായി ഉപയോഗിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ പൊതു ഹിന്ദുവിന്റെ ശബ്ദമാണ് വെള്ളാപ്പള്ളി നടേശൻ ഉപയോഗിച്ചത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഹിന്ദുവിന്റെ മുന്നിൽ ഒന്നും മറയ്ക്കാതെ, ക്ഷേത്രങ്ങളുടെ സ്വത്തിന്മേൽ തൊടാതെ, അതിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ തെറ്റിക്കാതെ, വിശ്വാസ പ്രമാണങ്ങളെ അതിലംഘിക്കാതെ, അവിടെയുള്ള കീഴ്വഴക്കങ്ങൾ, അതിന് അതിൻ്റെതായ ധാർമ്മിക നിയമങ്ങളും മൂല്യങ്ങളുമുണ്ട്. അതിനെ കേവലം ദുർവ്യാഖ്യാനം ചെയ്യാൻ ഒരു ഭരണാധികാരിക്കും കഴിയില്ല. കഴിഞ്ഞ ദിവസം ശ്രീ പിണറായി വിജയൻ പറയുന്നത് കേട്ടു, ശബരിമല ഒരു സർവമത തീർത്ഥാടന കേന്ദ്രം, അല്ലെങ്കിൽ മതസൗഹാർദ്ദ കേന്ദ്രം, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള എല്ലാവർക്കും എത്താൻ കഴിയുന്ന ഒരു സങ്കേതം, അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യുമെന്ന്. ഇത് പറയാനുള്ള അധികാരം ആരാണ് പിണറായി വിജയന് കൊടുത്തിരിക്കുന്നത്? കാരണം ശബരിമല 100% ഒരു ഹിന്ദു ക്ഷേത്രമാണ്. ആ ഹിന്ദു ക്ഷേത്രത്തിൽ എല്ലാ മതവിഭാഗക്കാരും വരുന്നുണ്ട്, അത് സത്യമാണ്. അങ്ങനെ എല്ലാ മതവിഭാഗക്കാരും വരുന്ന ഒരു ക്രിസ്ത്യൻ പള്ളി, ആ പള്ളിയെക്കുറിച്ച് ഇതുപോലെ പറയാനുള്ള ധൈര്യം ശ്രീ പിണറായി വിജയൻ ഉണ്ടോ? അല്ലെങ്കിൽ എല്ലാ മതവിഭാഗക്കാരും പോകുന്ന ഒരു മുസ്ലിം ദേവാലയത്തെ സംബന്ധിച്ച് ഇതുപോലെ പറയാനുള്ള ധൈര്യം ശ്രീ പിണറായി വിജയൻ ഉണ്ടോ? എന്താണ് അവിടെ ധൈര്യമില്ലാത്തത്? എന്നാൽ എന്തുകൊണ്ടാണ് ഹിന്ദു ക്ഷേത്രങ്ങളുടെ പേരിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്? അപ്പോൾ ഇതിന്റെ പിന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, CPM-ന്റെ, പിണറായി വിജയന്റെ വ്യക്തമായിട്ടുള്ള ഒരു രഹസ്യ അജണ്ട ഉണ്ട്. ഹിന്ദുത്വത്തെ തകർക്കണമെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളെ തകർക്കണം. ഹിന്ദുക്കളെയും ഹിന്ദു ക്ഷേത്രങ്ങളെയും തകർത്താൽ മാത്രമേ തന്റെ പാർട്ടിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയൂ. സംഘടിത വോട്ട് മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്, ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടൊന്നും കിട്ടാനില്ല. എന്നാൽ പിന്നെ ഹിന്ദുവിനെ തകർത്ത് ഹിന്ദുവിൻ്റെതും കൂടി സ്വന്തമാക്കാം. ഇതാണ് കമ്മ്യൂണിസ്റ്റ് അജണ്ട. ആ അജണ്ടയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്ര കൈയിട്ട് വാരിയാലും, എത്ര കൊള്ളയടിച്ചാലും, എത്ര ടൺ കണക്കിന് സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയാലും ഒന്നും സംഭവിക്കാനില്ല, ആരും ചോദിക്കാനില്ല എന്നുള്ളതാണ് അവസ്ഥ. ഇതിന് സമാനമായ കാര്യമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ 1 ടണ്ണിലധികം സ്വർണം എന്ന് പറഞ്ഞാൽ 1000 കിലോയിലധികം സ്വർണം, അതിനേക്കാളേറെ വെള്ളി, അതിനേക്കാളേറെ അമൂല്യമായിട്ടുള്ള മറ്റു വസ്തുക്കൾ, ഇതിന്റെ ഒന്നും മൂല്യം നിശ്ചയിക്കാൻ പറ്റില്ല. ഇപ്പോ ഗുരുവായൂർ ക്ഷേത്രമാണെങ്കിലും ശബരിമല ക്ഷേത്രമാണെങ്കിലും അവിടെ നടക്കി വെച്ചിരിക്കുന്ന കാഴ്ച വസ്തുക്കളിൽ, നേർച്ച വസ്തുക്കളിൽ ഓരോന്നിന്റെയും ഗ്രാം കണക്കിന് തൂക്കമെടുത്തിട്ട് ആ ഗ്രാം കണക്കിനുള്ള സ്വർണത്തിന്റെ വിലയിട്ടാൽ പോരാ. കാരണം തങ്ക അങ്കി സമർപ്പിക്കുമ്പോൾ അതിന് ഗ്രാമിനല്ല വില, ഒരു തങ്ക കിരീടം സമർപ്പിക്കുമ്പോൾ അതിന് ഗ്രാമിലല്ല വില, അല്ലെങ്കിൽ കാരറ്റിനല്ല വില, മറിച്ച് അത് ദിവ്യമായിട്ടുള്ള ഒരു പൂജാ വസ്തുവാണ്, ദിവ്യമായിട്ടുള്ള ഒരു വസ്തുവാണ്. അതിന് വിലയിടാൻ പറ്റില്ല. അതിന്റെ സ്റ്റോക്ക് രജിസ്റ്റർ ഇല്ല. എത്ര കിലോ, എത്ര ഗ്രാം കണക്കില്ല, എത്ര പവൻ, യാതൊരു മൂല്യനിർണ്ണയവും നടത്തിയിട്ടില്ല. അപ്പോൾ മൂല്യനിർണ്ണയം നടത്താതെ, കണക്കിൽപ്പെടുത്താതെ, തൂക്കി നോക്കാതെ, അളന്നു നോക്കാതെ ഇതൊക്കെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യുന്നു. അവസാനം പറയുന്നു കാണാതെ പോയി. കാണുന്നില്ല. കാണാതെ അങ്ങനെ പോകും? വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു, ഇതെങ്ങനെയാ ഓടിപ്പോകുന്നതാണോ സ്വർണം? പറന്നു പോകുന്നതാണോ സ്വർണം? ആരെങ്കിലും എടുത്തോണ്ട് പോയാലല്ലേ പോകൂ എന്ന് അദ്ദേഹം വ്യക്തമായി ചോദിച്ചിട്ടുണ്ട്. പൊതു ഹിന്ദു സമൂഹത്തിന്റെ ആശങ്കയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചത്. തീർച്ചയായിട്ടും ഹൈന്ദവ ആരാധനാലയങ്ങളെയും ഹിന്ദുവിന്റെ കെട്ടുറപ്പിനെയും അവരുടെ സാമ്പത്തിക ഭദ്രതയെയും അവരുടെ വിശ്വാസ പ്രമാണങ്ങളെയും അട്ടിമറിക്കാൻ വേണ്ടിയുള്ള CPM ഗൂഢശ്രമമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇതിന് കൂട്ടുനിൽക്കുന്ന സംവിധാനമാണ് ഇവിടുത്തെ UDF-ന്റെ കാലഘട്ടത്തിലും ഇത് തന്നെ സംഭവിച്ചിട്ടില്ലേ എന്നുള്ളത് അന്വേഷിക്കുമ്പോൾ മാത്രമാണ് പുറത്തു വരാൻ പോകുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒരേ തൂവൽ പക്ഷികളായി നിന്നുകൊണ്ട് ഹിന്ദു ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്നതിന്റെ മകുടോദാഹരണമാണ് ഇപ്പോൾ ശബരിമലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. ഒരു കാര്യം വ്യക്തമാണ്, അയ്യപ്പ സ്വാമിയുടെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടന്നപ്പോൾ അയ്യപ്പ സ്വാമി അപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി UDF-ഉം LDF-ഉം ഇതിനകത്ത് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം.
എന്തായാലും ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളെ, അദ്ദേഹത്തിന്റെ ശബ്ദത്തെ പൊതുവിൽ വിശ്വാസികളുടെ അല്ലെങ്കിൽ ഹിന്ദുവിന്റെ ശബ്ദമായി തന്നെ കണക്കാക്കാൻ സാധിക്കും. ഈ നിലയിൽ ദേവസ്വം ബോർഡ് ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ, ദേവസ്വം ബോർഡ് അറിഞ്ഞോ അറിയാതെയോ സ്വർണ്ണപ്പാളി വിവാദത്തിൽ പോലും എടുത്തിരിക്കുന്ന ചില നടപടികൾ വിശ്വാസ സമൂഹത്തെ അങ്ങേയറ്റം വ്രണപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യവും വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ.